ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. നമ്മുടെ ചാനലിൽ 1K അടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. നമ്മൾ ഈ വീഡിയോ വരാൻ കുറച്ച് വൈകിപ്പോയി, എല്ലാവരോടും സോറി. നമ്മളെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് നമ്മളെ ഇത് കാറ്റ്ഫിഷാണ്. നമ്മളിവിടെ ആഫ്രിക്കൻ മുഞ്ചി എന്നൊക്കെ പറയും. ഇത് നമ്മളൊരു കസിന് സാലു എന്ന് പറയും. ഓൻ കൊടുക്കുന്നതാണ്, ഓൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഓൻ വളർത്തിയതാണ്. അപ്പോൾ 1Kൻ്റെ സന്തോഷത്തിൽ നമുക്കിന്ന് ഈ മീനെ ഗ്രില്ല് ചെയ്യാം. അപ്പോൾ മസാല ഒക്കെ ഉണ്ടാക്കണ പോയി കണ്ടാലോ. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചതച്ചുണ്ടാക്കാണ്ട്, അത് കുറച്ച് ഇഞ്ചി, മല്ലിച്ചപ്പ്, പുതിന, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, സബോള, അതൊക്കെ കൂടി ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ടങ്ങട്ട് ആകെ അടിച്ച് പിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ബാക്കി മസാലകൾ പിന്നെയും കൂട്ടാം. നമ്മളെ മീൻ കുറച്ച് വലുപ്പം കൂടുതലുണ്ടായതുകൊണ്ട് മസാലകളൊക്കെ ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും കൂടെ കുറച്ച് ഇങ്ങനെ കത്തിക്കൊണ്ട് ഓരോ വേറിട്ട് കൊടുക്കുക. മസാലകളൊക്കെ ശരിക്കൊന്ന് പിടിച്ചോളുന്ന. കുരുമുളകാണ്, ഇത് മീൻ മസാല, ഇത് മഞ്ഞൾപ്പൊടി, ഇത് മുളകും പൊടി, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ് അരച്ച പേസ്റ്റാണ്. പിന്നെ 2 ചെറുനാരങ്ങ, പിന്നെ കുറച്ച് ഉപ്പ്. നമുക്ക് മസാല കൂട്ടാം. ആ പൊടിയാളൊക്കെ പാടങ്ങോട്ട് വലിച്ച് കൂട്ടിക്കാണ്ട് ആ നാരങ്ങ അയക്കങ്ങോട്ട് പിഴിഞ്ഞ് ആകെ കൂടി അങ്ങോട്ട് അൽക്കുലത്താക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കാണ്ടേ അതാകെ അങ്ങോട്ട് മിക്സാക്കുക. അത് മിക്സാക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉള്ളിൽ വെള്ളം ഊറിയില്ലേ. പിന്നെ അത് തേച്ചിക്കാണ്ട് ഉണ്ടാക്കിയ മീനൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അവ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിക്കണം, ഒഴിച്ചുകൊണ്ട് നല്ലോണം ഒന്നാണ് മിക്സാക്കി കൊടുക്കുക. മസാല മിക്സാക്കിയ പിന്നെ പറയണ്ടല്ലോ. പിന്നെ ആ കിടക്കണ മീനിൻ്റെ പുറത്ത് തലങ്ങും വിലങ്ങും അറഞ്ചം പുറഞ്ചം നമ്മൾ മസാല തേച്ചെടുക്കുക. നല്ലോണം വെട്ടിലൊക്കെ ഇങ്ങോട്ട് ആക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് കുളിപ്പിച്ചെടുക്കുക. നമ്മൾ കുട്ടീനെ കുളിപ്പിച്ചാൽ സോപ്പ് തേക്കണ മാതിരി ഇങ്ങോട്ടേ നല്ലോണം ഒന്ന് ഇങ്ങോട്ട് തേച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലും സൈഡിലും ഒക്കെ അങ്ങോട്ട് തേച്ചാണ്ട് സെറ്റപ്പാക്കി എടുക്കുക. മസാലയൊക്കെ നല്ലോണം തേച്ച് കഴിഞ്ഞിട്ടേ ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റിന് വെക്കുക. ആ റെസ്റ്റിന് വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചിരട്ട കൊണ്ട് നല്ല തീക്കണൽ ഉണ്ടാക്കാം. ഈ തീക്കണൽ ഉണ്ടാക്കാൻ കുറച്ച് റിസ്ക് ആണെങ്കിലും അതുകൊണ്ട് കിട്ടുന്ന ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഒരു 2-2.5 മണിക്കൂറോളം റെസ്റ്റിന് വെച്ച് നമ്മൾ മീനെ ഇനി നമ്മൾ ഗ്രില്ലിൽ വെച്ചിക്കാണ്ട് അതിനൊന്ന് പൊള്ളിച്ച് വെക്കുക. ഒന്ന് തീയിലിട്ട് കാണ്ട് ഒന്ന് സെറ്റപ്പാക്കി എടുക്കാം നമുക്ക്.
സെറ്റപ്പാക്കി എടുക്കണ നേരത്തെ ഇത് കണലിൽ വെച്ച് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ബക്കറ്റൊക്കെ ഉണ്ടാക്കിയ മാതിരിയാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് കാണ്ട് കണൽ കെട്ടുപോവാണെങ്കിൽ വീശി കൊടുത്ത് കാണ്ടൊക്കെ ഒന്നും കൂടെ സെറ്റപ്പ് ആക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സംഗതി മീൻ അവിടെ ഇങ്ങനെ വേവട്ടെ. ചുറ്റുവട്ടത്ത് ഈ കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ റിച്ചു, പിന്നെ മുസാഫർ വ്ളോഗിൻ്റെ ഉടമ അൽബാനി, പിന്നെ നമ്മളെ മുത്തുമോന്, മോനൂസ്, ആമിർ, മിന്നാജ്, പിന്നെ നമ്മളെ വയലറ്റ് കുപ്പായിട്ട ആളുതാണ് ഈ മീൻ. മൂപ്പര് സംഭാവന ഇതാണ് ഈ മീൻ കേട്ടോ, നമ്മൾ സാലുവാണത്. അത് നമ്മളെ മിന്നാജ്, ഇത് നമ്മളെ മുത്തുട്ടി കാര്യമായിട്ട് എന്തോ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓരവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മളെ മീൻ നമുക്ക് തന്നെ വരിക. മീൻ ഇടയ്ക്കൊന്നും ഇങ്ങനെ തോണ്ടി നോക്കിക്കോളൂ കേട്ടോ, വന്നിക്കണോ കരിഞ്ഞിക്കണോ എന്നൊക്കെ ഒന്ന് അറിയാലോ. വാഴൻ്റെ ഇല വെക്കണുണ്ട് കാണാൻ ആരും തെറ്റിദ്ധരിക്കണ്ട, വെറൈറ്റി ആണെന്നൊന്ന് കരുതരുത്. അത് മീനെ ചുട്ടിട്ടേക്ക് ഇടാൻ വേണ്ടി കണ്ട് വാട്ടിയതാണ്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. മീൻ വാഴൻ്റെലേക്ക് മാറ്റിക്കാണ്ട് കുറച്ച് വല്ലുള്ളിയും കുറച്ച് മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞതിട്ട് കാണ്ടേ മീനൊന്ന് ചൊറുക്ക് കൂട്ടാൻ പറ്റുമോ നോക്കുകയാണ്. ചൊറുക്കാവോ നോക്കി. ഏതായാലും കുറച്ച് ചെറുനാരങ്ങ ഇങ്ങനെ മുറിച്ചിട്ടേ ആ സൈഡ് കൂടെ ഒക്കെ ഇങ്ങനെ ഇട്ടെടുത്തുകാണ്ട് അത് തിന്നുമ്പോൾ അങ്ങനെ പിഴിഞ്ഞ് തിന്നാൻ അത് പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഇനി തുടർന്നും ഉണ്ടാവണം. അപ്പോൾ എന്താ, ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. സംഗതി ഒരു മീനും 8 ആളുണ്ടായിട്ടാണോ അതോ നമ്മൾ ഇങ്ങനെ ചുട്ടതിൻ്റെ പവറാണോ എന്നറിയില്ല. സാധനം അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ആഫ്രിക്കൻ പോയി വെറുതെ വീട്ടിലൊക്കെ ഇങ്ങനെ കിടന്ന് ഇരിക്കുന്നുണ്ടെങ്കിലേ ഒന്ന് ഇതേപോലെ ഗ്രില്ലാക്കി വെക്കുന്നുണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. മീൻ വാഴൻ്റെലേക്ക് വെച്ച് കാണ്ടേ തിരിഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഫുള്ള് എല്ലും മുള്ളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.
പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. അടിപൊളിയാക്കണല്ലേ? പിന്നെ ആ എരിവും പുളിയൊക്കെ കറക്റ്റ് അല്ലേ? നല്ല അടിപൊളിയാക്കണം. അപ്പോൾ ഗുഡ് ബൈ.